രാഷ്ട്രീയ പ്രസ്താവനകൾ കൊണ്ട് സമ്പന്നമായിരുന്നു എംപിമാരുടെ സത്യപ്രതിജ്ഞ. പ്രതിപക്ഷ എംപിമാരിൽ മിക്കവരും ഭരണഘടനയുടെ പകർപ്പുമായാണ് സത്യവാചകം ചൊല്ലിയത്. ഹൈദരാബാദ് എംപിയും AIMIM നേതാവുമായ അസദുദ്ദീൻ ഒവൈസി പ്രതിജ്ഞയ്ക്ക് ശേഷം പലസ്തീന് ജയ് വിളിക്കുകയാണുണ്ടായത്. ജയ് ഭീം, ജയ് തെലങ്കാന, ജയ് പലസ്തീൻ, തക്ബീർ, അല്ലാഹു അക്ബർ എന്നായിരുന്നു ഉവൈസിയുടെ വാക്കുകൾ. ഇതിന് പിന്നാലെ വിമർശനങ്ങൾ ഉയർന്നെങ്കിലും ഇതൊന്നും വകവയ്ക്കുന്നില്ലെന്ന പ്രതികരണവുമായാണ് ഉവൈസി രംഗത്തെത്തുന്നത്. ഭരണഘടനയെക്കുറിച്ച് തനിക്കും അറിയാം, ഇത്തരം പൊള്ളയായ ഭീഷണി തന്റെ അടുത്ത് ചെലവാകില്ലെന്നും ഉവൈസി ചൂണ്ടിക്കാട്ടി. രാജ്യത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് ആത്മാർത്ഥമായി തുടരുമെന്നും അദ്ദേഹം നേരത്തെ എക്സിൽ കുറിച്ചിരുന്നു. ജയ് പലസ്തീൻ എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ വിലക്കുന്ന ഒരു വ്യവസ്ഥയും ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലെന്നും ഉവൈസി വ്യക്തമാക്കിയിരുന്നു. ഉവൈസിയെ സത്യവാചകം ചൊല്ലാൻ ക്ഷണിച്ചതോടെ BJP എംപിമാർ ജയ് ശ്രീറാം മുദ്രാവാക്യം മുഴക്കിയിരുന്നു. ഉവൈസി സത്യപ്രതിജ്ഞ ആരംഭിച്ചത് ഖുറാനിലെ സൂക്തങ്ങളോടെയാണ്. 2019 ജയ് ഭീം, അല്ലാഹു അക്ബർ, ജയ് ഹിന്ദ് എന്നിങ്ങനെ പറഞ്ഞായിരുന്നു ഉവൈസി സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചത്. അതേസമയം ഉവൈസി ജയ് പലസ്തീൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയതിനെതിരെ BJP എംപിമാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഉവൈസിക്കെതിരെ നടപടി വേണമെന്നായിരുന്നു ആവശ്യം. ഉവൈസിയുടേത് ഭരണഘടനാ ലംഘനമാണെന്നാണ് കേന്ദ്രമന്ത്രി G. കിഷൻ റെഡ്ഡി പറഞ്ഞത്. ഒരു വശത്ത് അദ്ദേഹം ഭരണഘടനയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, മറുവശത്ത് ഭരണഘടനയ്ക്കെതിരായ മുദ്രാവാക്യം മുഴക്കുന്നു. ഉവൈസിയുടെ യഥാർത്ഥ മുഖം പുറത്തുവന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഞങ്ങൾ ഒരു രാജ്യത്തെയും എതിർക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുന്നില്ലെന്നും എന്നാൽ ഒരു രാജ്യത്തിന്റെ പേര് മാത്രം ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു കുറ്റപ്പെടുത്തി. ഭരണഘടനയുടെ പകർപ്പുമായാണ് രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞാ ചടങ്ങിലെത്തിയത്. ആദ്യം പ്രതിപക്ഷാംഗങ്ങൾക്ക് നേരെ അത് ഉയർത്തിക്കാട്ടി, പിന്നീട് ഭരണപക്ഷങ്ങൾക്ക് നേരെയും. ഭരണഘടന വലത് കൈയിൽ ഉയർത്തിപ്പിടിച്ചാണ് രാഹുൽ സത്യവാചകം ചൊല്ലിയത്. ഇംഗ്ലീഷിലായിരുന്നു പ്രതിജ്ഞ. ജയ് ഹിന്ദ്, ജയ് സംവിധാൻ എന്ന് പറഞ്ഞ് സംസാരം അവസാനിപ്പിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം തിരിച്ച് സീറ്റിലേക്ക് നടക്കവേ പാർലമെന്റ് ജീവനക്കാരന് കൂടി കൈകൊടുത്ത് രാഹുൽ കയ്യടി നേടുകയും ചെയ്തിരുന്നു. അതിനിടെ നീറ്റ് പരീക്ഷാ ക്രമക്കേടിലുള്ള പ്രതിഷേധവും സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ ഉയർന്നു കേട്ടു. റീനീറ്റ് ഹാഷ്ടാഗ് പതിച്ച ടീഷർട്ട് ധരിച്ചാണ് ബീഹാറിലെ പൂർണിയയിൽ നിന്നുള്ള സ്വതന്ത്ര MP പപ്പു യാദവ് സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയത്. നീറ്റ് ക്രമക്കേടുകളുടെ പശ്ചാത്തലത്തിൽ പരീക്ഷ വീണ്ടും നടത്തണമെന്ന ആവശ്യം ഉയർത്തിയാണ് പ്രതിഷേധം. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ബീഹാറിന് പ്രത്യേക പദവി, സീമാഞ്ചൽ സിന്ദാബാദ്, മാനവതാബാദ് സിന്ദാബാദ്, ഭീം സിന്ദാബാദ്, ഭരണഘടനാ സിന്ദാബാദ് എന്നീ മുദ്രാവാക്യങ്ങളും അദ്ദേഹം ഉയർത്തി. ഇതോടെ ഭരണപക്ഷ അംഗങ്ങളിൽ നിന്നും എതിർപ്പുയരുകയും പ്രോട്ടം സ്പീക്കർ ഇടപെടുകയും ചെയ്തു. എന്നാൽ താൻ ആദ്യമായിട്ടല്ല ലോക്സഭയിൽ വരുന്നതെന്നും 4 തവണ സ്വതന്ത്ര MP ആയ വ്യക്തിയാണെന്നുമാണ് അദ്ദേഹം NDA അംഗങ്ങൾക്ക് നൽകിയ മറുപടി. ബീഹാറിലെ പൂർണിയയിൽ നിന്നുള്ള JDUവിന്റെ സന്തോഷ് കുമാറിനെയും RJDയുടെ ഭീമാ ഭാരതിയെയും പരാജയപ്പെടുത്തിയാണ് പപ്പു യാദവ് ലോക്സഭയിലെത്തിയത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പപ്പു യാദവ് കോൺഗ്രസിൽ ചേർന്നിരുന്നു. എന്നാൽ സഖ്യധാരണയുടെ അടിസ്ഥാനത്തിൽ സീറ്റ് RJDക്ക് നൽകേണ്ടി വന്നതോടെ കോൺഗ്രസ് ടിക്കറ്റിൽ പപ്പുവിന് മത്സരിക്കാനായില്ല. ഇതോടെയാണ് അദ്ദേഹം സ്വതന്ത്രനായി കളത്തിലിറങ്ങിയത്. തമിഴ്നാട്ടിലെ സെൻട്രൽ ചെന്നൈയിൽ നിന്നുള്ള DMK MP ദയാനിധി മാരനും ലോക്സഭയിൽ നീറ്റിനെതിരെ പ്രതിഷേധിച്ചിരുന്നു. വേണ്ടാം നീറ്റ്, നീറ്റ് ബാൻ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ദയാനിധി മാരൻ തന്റെ സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചത്. ആർപ്പുവിളികളോടെയായിരുന്നു അദ്ദേഹത്തെ ഇന്ത്യ സഖ്യാംഗങ്ങൾ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചത്. ന്യൂനപക്ഷങ്ങൾക്കും ദളിതുകൾക്കും ആദിവാസികൾക്കും വേണ്ടി മുദ്രാവാക്യം മുഴക്കിയാണ് തമിഴ്നാട്ടിലെ തിരുവള്ളുവിൽ നിന്നുള്ള കോൺഗ്രസ് MP ശശികാന്ത് സെന്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. 2019 ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് IAS ഉപേക്ഷിച്ചയാളാണ് സെന്തിൽ. വൈവിധ്യമാർന്ന ജനാധിപത്യത്തിന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യപ്പെടുമ്പോൾ ആ സ്ഥാനത്ത് തുടരുന്നത് അധാർമികമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് അദ്ദേഹം രാജി നൽകിയത്. ലോക്സഭയിൽ സത്യപ്രതിജ്ഞയ്ക്കൊടുവിൽ ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും ആദിവാസികൾക്കുമെതിരായ ലജ്ജാകരമായ അതിക്രമങ്ങൾ നിർത്തൂ, ജയ് ഭീം, ജയ് സംവിധാൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നിർത്തിയത്. എന്നാൽ BJP എംപിമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് അതിക്രമങ്ങൾക്കെതിരായ സെന്തിലിന്റെ വാക്കുകൾ രേഖകളിൽ ചേർക്കില്ലെന്ന് പ്രോട്ടം സ്പീക്കർ പറഞ്ഞു. 2020 സെന്തിൽ കോൺഗ്രസിൽ ചേർന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് K. അണ്ണാമലയെ 2 ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. മണിപ്പൂരിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാരായ പ്രൊഫസർ അൻകോംച ബിമോൽ അക്കോയിസാമും ആൽഫ്രഡ് കൻഗാമും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനിടെ ജസ്റ്റിസ് ഫോർ മണിപ്പൂർ വിളികളാൽ സഭ മുഖരിതമായിരുന്നു. ഇന്ത്യ മുന്നണി അംഗങ്ങളാണ് അത്യുച്ചത്തിൽ മണിപ്പൂരിന് ഐക്യദാർഢ്യവുമായി എത്തിയത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് എംപിമാർ എഴുന്നേറ്റ് നിന്നാണ് ഇരുവരെയും സ്വാഗതം ചെയ്തത്. അതേസമയം സത്യപ്രതിജ്ഞയ്ക്കിടെ ബറേലിയിൽ നിന്നുള്ള BJP MP ഛത്രപാൽ സിംഗ് ഗാംഗ്വർ ജയ് ഹിന്ദു രാഷ്ട്ര എന്ന മുദ്രാവാക്യമാണ് വിളിച്ചത്. ഇതിനു പിന്നാലെ പ്രതിപക്ഷം പ്രതിഷേധിച്ചെങ്കിലും ചെയർ ഇടപെട്ടില്ല.